അയ്യോൾ ഈ ഒരു വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടുള്ള ഫ്യൂച്ചറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും അതുപോലെ തന്നെ നമ്മൾ സ്പോട്ട് പ്രൈസിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും അതുപോലെ നാളത്തെ ഒരു ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മൾ പറയുന്ന ലെവൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസിനെയൊക്കെ മാർക്കറ്റ് പെർഫെക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് സോണിലാണെന്ന് പറഞ്ഞത്. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 23,930 മുതൽ 23,840 എന്ന് പറയുന്ന ലെവൽ ഒരു സപ്പോർട്ട് സോണാന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിന് താഴെയാണ്. ഇവിടെ നേരെ മാർക്കറ്റ് മുകളിലോട്ട് വന്ന് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഫാളായിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ യൂസ് ചെയ്തവർക്ക് നമുക്ക് ഓർഡർ ഫ്ലോയിൽ നമുക്ക് നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു DHL പാറ്റേൺ, അതുപോലെ തന്നെ ഒരു ഡെൽറ്റ ഡൈവർജൻസ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ ഒരു ഏരിയയിൽ സെൽ ഓർഡേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ബയേഴ്സ് അവിടെ ട്രാപ്പ് ആയെന്നുള്ള ഇൻഡിക്കേഷൻ ആണ്. അപ്പൊ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഫുൾ ടൈം ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് സിസ്റ്റമാണ് മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ. അപ്പോൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഇതിന്റെ മെന്റർഷിപ്പ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോടൊപ്പം എല്ലാ ദിവസവും നിങ്ങൾക്ക് സൂം പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് ട്രേഡിംഗിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മൾ നാളത്തേക്കുള്ള ലെവൽസിലേക്ക് നമ്മൾ പോവാണ്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. ഈ ഒരു ലെവൽ നിങ്ങൾ നാളത്തെ ചാർട്ടിലും ആഡ് ചെയ്ത് വെക്കുക. നാളെ ദിവസം നാളെ മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവല് ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 930 മുകളിലായിട്ട് നമുക്കൊരു നല്ലൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അപ്സൈഡിലേക്കുള്ള ഒരു ലെവൽസ് ഇത് ചെറിയൊരു ലെവലാണ്. 24,055. 930 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 24,000 നിങ്ങൾ മാർക്ക് ചെയ്യുക, ഒരു സൈക്കോളജിക്കൽ ലെവലായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാം. പൊതുവേ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പം സെൽ ഓൺ റൈസ് നമ്മളൊരു സെൽ സൈഡിലേക്കുള്ള എൻട്രി ആണ് കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. എങ്കിലും മാർക്കറ്റ് ഒരു ബുള്ളിഷ്നസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു ലെവൽസ് ഒക്കെ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പം ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാർക്കറ്റിലെ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,300 മുതൽ 24,350 വരെ ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നാളത്തേക്ക് നമുക്ക് ഡൗൺ സൈഡിലേക്ക് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 730 മുകളിൽ 23,730 മുകളിലായിട്ട് നമുക്കൊരു അപ്സൈഡ് മൂവ് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തത്. ഏകദേശം ഒരു 100 പോയിന്റ് ലാസ്റ്റ് ഫൈനലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 830 വരെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ അതിനെ ബേസ് ചെയ്ത് എൻട്രി എടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് നമ്മൾ നോട്ട് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ലെവലാണ് 23,700 to 730 ലെവൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാളത്തെ ഒരു ട്രേഡ് സെറ്റപ്പ് നോക്കുന്നത് ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യുന്നത് 23,600 താഴെയാണ്. കുറച്ചുകൂടെ സേഫ് ആയിട്ട് ഇന്നത്തെ ഡേ ലോയിന്റെ താഴെയാണ്. അതായത് 23,558 താഴെയായിട്ട് നമുക്ക് നാളെ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. ഒരു പി സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവൽ എക്സ്പെക്ട് ചെയ്യാം. അതായത് 23,433 എന്ന് പറഞ്ഞ ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫർദർ ആയിട്ട് മാർക്കറ്റ് താഴേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 23,352, അതുപോലെ തന്നെ 23,280 ലെവലും, അതുപോലെ തന്നെ 23,200 ലെവലൊക്കെ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽസ് ഒക്കെ കൃത്യമായിട്ട് വരച്ചു വെക്കുക. നമ്മളൊരു മാർക്കറ്റിന്റെ ഒരു ട്രെൻഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. കറക്റ്റ് ആയിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചറിന്റെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പം ഈ ഒരു ലെവൽസും നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് നമുക്ക് ഈ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ട്സിൽ നമുക്ക് ഈ വാല്യൂ ഏരിയ ഹൈയും വാല്യൂ ഏരിയ ലോയും അതുപോലെ തന്നെ ഈ POC എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം
നാളത്തേക്ക് ഇപ്പൊ മാർക്കറ്റിന്റെ ഒരു വലിയ ഏരിയ ഹൈ നിങ്ങൾ മാർക്ക് ചെയ്ത് നോക്കുക. അതായത് 23,840 ആണ് വലിയ ഏരിയ ഹൈ എന്ന് പറയുന്നത്. ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. അതേപോലെ തന്നെ വലിയൊരു ലോ എന്ന് പറയുന്നത് 23,716 എന്ന് പറയുന്ന ലെവലാണ്. അപ്പം ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫ്യൂച്ചറിന്റെ ലെവലില് ഫ്യൂച്ചർ ചാർട്ട് ഈ ഒരു ഏരിയന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഒരു സൈഡ് വേസ് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ഒക്കെ തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നാളത്തെ ഓപ്പണിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു വലിയൊരിന്റെ ലോയുടെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയും ആദ്യത്തെ ഒരു 1 അവർ മാർക്കറ്റ് ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ട്രെൻഡിങ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ വാല്യൂരിയുടെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ആദ്യത്തെ ഒരു 1 അവർ ക്യാൻഡില് മാർക്കറ്റ് മുകളിലോട്ടുള്ള ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ് സൈഡിലേക്കുള്ള ഒരു മൂവ് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതേപോലെ തന്നെ ഈ വാല്യൂരിന്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു POC നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. അതായത് 23,800 സോറി 788 എന്ന് പറയുന്ന 788 ആ ഒരു ഏരിയ, 785 ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യുക, POC ആണ് പോയിന്റ് ഓഫ് കൺട്രോൾ. ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പൊ ഒരു ഫസ്റ്റ് ടാർഗറ്റഡ് ഈ ലെവലും അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതായത് ഈ ഒരു വലിയതിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നേരെ മാർക്കറ്റ് ആദ്യത്തെ ഒരു 1 അവർ ക്യാൻഡില് നേരെ താഴെ കാണുന്ന ഡയറക്ഷൻ താഴെ കാണുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ കൂടുതൽ. അതായത് 23,715 എന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾ മാർക്ക് ചെയ്യും. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് വലിയ രീതിയിൽ ട്രെൻഡിങ് അല്ലെങ്കിൽ ഇവിടുന്ന് പ്രൈസ് റിജക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലെവലൊക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.